ഒരിക്കലും നിങ്ങളെ മറന്നുപോകില്ല എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ലോകത്തുണ്ട്? നിങ്ങളെ ഒരവസ്ഥയിലും കൈവിടാത്ത ഒരാൾ, നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും എങ്ങനെയായിരിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്, തന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ടോ? വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. എല്ലാവരും അവഗണിക്കപ്പെടുമ്പോൾ, കൈവിടപ്പെടുമ്പോൾ, ആർക്കും നമ്മെ അംഗീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മെ തേടി വരുന്ന, ഒരിക്കലും കൈവിടാത്തൊരു സ്നേഹത്തിന്റെ അനുഭവം. ആ അനുഭവമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. മനുഷ്യരായവർക്കൊക്കെ ഹൃദയത്തിൽ നോവുണർത്തുന്ന നിരവധി ജീവിത സന്ദർഭങ്ങൾ നേരിടേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവരും നമ്മെ കൈവിട്ടു പോകുന്നു, നമ്മെ ഓർത്തിരിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല, ആരുടെയും ജീവിതത്തിൽ നമുക്കിടമില്ല എന്ന തോന്നലാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വേദനാജനകമായ അനുഭവമാണത്. ഉറ്റവരെന്നും ഉടയവരെന്നും കരുതുന്നവർ കൈവിടുന്ന, നമ്മെ മറന്നു പോകുന്ന, നിർവ്യാജമായി നമ്മെ സ്നേഹിക്കാൻ കഴിയാത്ത എത്രയേറെ ജീവിത സന്ദർഭങ്ങൾക്ക് സാക്ഷികളായാണ് നാം ഈ ലോകത്ത് യാത്ര തുടരുന്നത്. ആ യാത്ര പലപ്പോഴും വ്യർത്ഥമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഏതവസ്ഥയിലും നിന്നെ ഓർക്കുന്ന ഒരാൾ, ഒരിക്കലും കൈവിടാത്ത സ്നേഹമായി കൂടെയുള്ള ഒരാൾ, നിന്നെ കരുതുകയും കാക്കുകയും ചെയ്യുന്ന ഒരാൾ, തന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയിലേക്ക്, നിത്യമായ വിരുന്നിലേക്ക് നിന്നെ നയിക്കുന്ന ഒരാൾ. ആ ഒരാളെ കുറിച്ചുള്ള ധ്യാനം ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മെ തുണയ്ക്കുമെങ്കിൽ, ജീവിതം എത്രത്തോളം കഷ്ടതയും ഞെരുക്കവും വേദനയുള്ളതാണെങ്കിലും അതിനകത്ത് ആനന്ദത്തോടെ ഇരിക്കാൻ കഴിയും. സകലരും കൈവിടുമ്പോഴും, പുറന്തള്ളുമ്പോഴും, ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴും, അവഗണിക്കപ്പെടുമ്പോഴും ഒക്കെ ഹൃദയബലമുണ്ടാകും. പരമമായ ആ സ്നേഹത്തെ തിരിച്ചറിയലാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം കൊണ്ട് നാം ആർജിച്ചെടുക്കേണ്ടത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ സ്നേഹത്തെ തിരിച്ചറിയാനും ആ സ്നേഹത്തിലേക്ക് സ്വയം ചേർത്ത് വെക്കാനും എത്രത്തോളം നമുക്ക് ആവുന്നുണ്ട്, അത്രത്തോളം ഭൗമിക ജീവിതത്തിന്റെ മറുകര തേടുന്ന യാത്രയിൽ നാം വിജയം വരിക്കും. പ്രത്യക്ഷത്തിൽ വ്യത്യസ്തങ്ങളായി തോന്നാവുന്ന 4 സംഭവങ്ങൾ, എന്നാൽ അവയെല്ലാം ദൈവം നമ്മെ ഓർക്കുന്നു, കരുതുന്നു, സ്നേഹിക്കുന്നു, തന്റെ സമ്പൂർണതയിലേക്ക് ആനയിക്കുന്നു എന്ന ഏകമായ അനുഭവത്തിലേക്കാണ് ഈ സംഭവങ്ങൾ നമ്മെ നയിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രളയത്തിന് ശേഷമുള്ള നോഹയുടെ കാത്തിരിപ്പാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് കടലിലെ കൊടുങ്കാറ്റിൽ ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരെയാണ്. ഉത്തമഗീതത്തിലാകട്ടെ തന്റെ പ്രാണപ്രിയനെ കാത്തിരിക്കുന്ന മണവാട്ടിയാണ്. വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങപ്പെട്ട പുതിയ ജെറുസലേമിനെയാണ്. അതായത് പ്രളയത്തിൽ നിന്ന് കരയിലേക്ക്, കൊടുങ്കാറ്റിൽ നിന്ന് യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക്, അന്വേഷണങ്ങളിൽ നിന്ന് പ്രിയന്റെ സന്നിധിയിലേക്ക്, അവസാനം പുതിയ ജെറുസലേമിലേക്ക്. ഇതാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആത്മീയ യാത്ര. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഏറെ മനോഹരമായ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കവിടെ നമുക്ക് കാണാം. ദൈവം നോഹയെ ഓർത്തു. മഹാപ്രളയത്തിന്റെ നടുവിലാണ് ദൈവം നോഹയെ ഓർത്തു. നോഹയും കുടുംബവും പെട്ടകത്തിനകത്താണ്. പുറത്ത് വെള്ളപ്പൊക്കം. എത്ര ദിവസമായി തങ്ങളതിനകത്ത് പെട്ടിട്ടെന്ന് പോലും അവർക്കറിയില്ല. കര എവിടെയാണെന്നറിയില്ല. ഇനി എപ്പോഴാണ് പുറത്തു വരാൻ കഴിയുകയെന്നോ, അങ്ങനെ ഒരു കരയിൽ എത്തിച്ചേരുമെന്നോ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യവും അവരുടെ ജീവിതത്തിലില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അത് നിറവേറുമോ എന്നിങ്ങനെ അനവധി ചോദ്യങ്ങൾ തിരമാലകളായി ഹൃദയത്തിനകത്ത് ഉയരുന്ന ഒരു സന്ദർഭത്തിൽ ദൈവം നോഹയെ ഓർത്തു. നമ്മുടെ ജീവിതത്തിലും ഈ വെള്ളപ്പൊക്കത്തിന് സമാനമായ പ്രതികൂലങ്ങൾ ഉയർന്നു വരാം. ഒരു പെട്ടകത്തിൽ അകപ്പെട്ടു പോയതുപോലെ, ഒറ്റപ്പെട്ടു പോയതുപോലെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവം പോലും നമ്മെ മറന്നു പോയതായി നമുക്ക് തോന്നും. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ മറന്നു പോകുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മെ അവഗണിക്കുമ്പോൾ, കണ്ണിൽ നിന്ന് നടിക്കുമ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോയി, പ്രതീക്ഷയ്ക്ക് എന്ത് വകയുണ്ട് എന്ന ചിന്ത ഹൃദയത്തിലുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ ഹൃദയത്തിൽ ഒരു ചോദ്യം വരും, ദൈവമേ, നീ എന്നെ കൈവിട്ടോ? നീ എന്നെ മറന്നുപോയോ?
ഇന്നത്തെ ആദ്യ വായന നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ നിശബ്ദത ദൈവത്തിന്റെ മറവിയല്ലെന്നാണ്. അസാന്നിധ്യത്തിലെ സാന്നിധ്യമാണ് ദൈവം. നോഹയ്ക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിവില്ല, പക്ഷെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. വെള്ളം കുറഞ്ഞു, ഭൂമി പ്രത്യക്ഷപ്പെട്ടു, നോഹയെ ദൈവം പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശകരമായ ഒരു അനുഭവങ്ങളും കാണുന്നില്ലെങ്കിലും ഓർക്കണം, ദൈവം നിന്നെ ഓർക്കുന്നു, നിന്നെ വിസ്മരിച്ചിട്ടില്ല. അവിടുത്തെ നിശബ്ദത അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ കാണാത്ത രീതിയിൽ, നമ്മുടെ ചിന്തയ്ക്ക് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിലേക്ക് മനുഷ്യകുലത്തെ ഒന്നാകെ എത്തിക്കാൻ ദൈവം നോഹയുടെ കാലത്തെ തുടരുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നാം ക്രിസ്തുവിൽ എത്തിച്ചേരുന്നത് വരെ. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, ഭയാനകമായ ജീവിത സന്ദർഭങ്ങളിൽ എല്ലാവരും കൈവിടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഏറ്റവും വേദനാകരമായ അനുഭവങ്ങൾക്കകത്തിരിക്കുമ്പോൾ ഹൃദയത്തിലൊരു കാര്യം ഓർക്കണം, ദൈവം നിന്നെ ഓർക്കുന്നു. ആരെല്ലാം മറന്നാലും, ആരെല്ലാം കൈവിട്ടാലും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ അവിടുന്ന് പറഞ്ഞത്, അമ്മ നിന്നെ മറന്നാലും. ഏറ്റവും വേദനയോടെ ജന്മം നൽകുന്ന സ്ത്രീയാണ് അമ്മ. ആ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അത്രത്തോളം ആഴമേറിയ ഒരു ഓർമ്മയായി ദൈവത്തിൽ നമ്മളുണ്ട് എന്നോർക്കണം. ദൈവം നമ്മോടൊപ്പമുണ്ട്. അസാന്നിധ്യങ്ങളിൽ ദൈവത്തിന്റെ ഈ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രത്യാശയുടെ വഴിയിലേക്ക്, പ്രത്യാശയുടെ മാർഗത്തിലേക്ക് നമുക്ക് യാത്ര തുടരാനാവുക. നോഹ ഒരു കാക്കയെ അയക്കുന്നുണ്ട്, അത് തിരികെ വന്നില്ല. വീണ്ടും ഒരു പ്രാവിനെ അയച്ചു, അത് ഒലിവിന്റെ ഒരു ശാഖയുമായി തിരിച്ചു വന്നു. എത്ര മനോഹരമായ പ്രതീകമാണെന്ന് നോക്കൂ. ഒരു പച്ചില അപ്പോഴും കാത്തിരിപ്പുണ്ട്, ജീവന്റെ തുടിപ്പ് അപ്പോഴും അവസാനിക്കുന്നില്ല. നോഹയ്ക്ക് അതിലൂടെ മനസ്സിലായി, വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്, ഭൂമിയിൽ പച്ചപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ജീവന്റെ പ്രകാശം അസ്തമിച്ചു പോയിട്ടില്ല. ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നത് വലിയ അത്ഭുതങ്ങളിലൂടെ ആവണമെന്നില്ല. ഒരു ചെറിയ വാക്കിലൂടെ, ഒരു ചെറിയ അവസരത്തിലൂടെ, ഒരു മനുഷ്യന്റെ നേർത്ത ഒരു പുഞ്ചിരിയിലൂടെ, ഒരു സഹായത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു വാതിൽ തുറക്കുന്നതിലൂടെ, അങ്ങനെ ചെറിയ ഒലിവിലകളുമായി പ്രാവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വചനം ഓർമ്മിപ്പിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ചെറിയ പ്രത്യാശകളെ അവഗണിക്കരുതെന്നാണ്. ഒരുപക്ഷെ അതൊരു വലിയ തുടക്കത്തിന്റെ അടയാളമായിരിക്കും. ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരൂ. ശിഷ്യന്മാർ നടുക്കടലിലാണ്, ഇരുട്ടിൽ കനം വയ്ക്കുന്നു. യേശു അവരോടൊപ്പമില്ല. കടൽ പ്രക്ഷുബ്ധമായി, കാറ്റും കോളും ഉണ്ടായി. ശിഷ്യന്മാർ ഭയപ്പെട്ടു, യേശു കൂടെയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ യാത്ര ചെയ്യുന്നത് യേശുവിന്റെ വാക്കുകൾക്കനുസരിച്ചാണ്, യേശു പറഞ്ഞതനുസരിച്ചാണ്. എന്നിട്ടും കൊടുങ്കാറ്റ് വരുന്നുണ്ട്, കടൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട്, ഇരുട്ടിന് കനം വയ്ക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇക്കാര്യം ഓർക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകില്ല എന്നല്ല, ഇരുട്ടിന് കനം വയ്ക്കില്ല എന്നല്ല, കടലിലെ തിരമാലകൾ ഉയരില്ല എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ പിന്തുടരുന്ന വേളയിലും ഈ കാറ്റും കോളും ഉണ്ടാവും. പ്രാർത്ഥനയിൽ മുന്നേറുന്ന സമയത്തും പ്രതികൂലങ്ങൾ ശക്തി പ്രാപിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാവും. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും മനം പതറിപ്പോകുന്ന അവസ്ഥകൾ, കണ്ണീർ പ്രവാഹങ്ങൾ ഒക്കെ ഉണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഭൗമികമായ പരാജയങ്ങൾ ഉണ്ടാകും. ചുറ്റുവട്ടത്തുള്ളവർ ചോദിക്കും, ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ എന്തേ ഈ ദുരന്താനുഭവങ്ങൾ? ഭൗമികതയിൽ അടിപതറിപ്പോകുമ്പോഴും ദുരിതങ്ങൾക്കിരയായി തീരുമ്പോഴും ഓർക്കണം, അവിടുന്ന് പറഞ്ഞതനുസരിച്ചാണ് യാത്ര. എത്ര കൊടുങ്കാറ്റുണ്ടെങ്കിലും യേശു നമ്മെ വിട്ടുപോകില്ല. ജീവിതം എത്രത്തോളം പ്രതികൂലമാകുമ്പോഴും കർത്താവ് നമ്മെ കൈവിടുന്നില്ല. അവിടുന്ന് നമ്മെ ഓർത്തിരിക്കുന്നു, അവിടുത്തെ ഹൃദയത്തിൽ നമ്മളുണ്ട്. അങ്ങനെ ശിഷ്യന്മാർ ഭയന്നിരിക്കുമ്പോഴാണ് യേശു കടലിന് മീതെ നടന്നു വരുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾക്കകത്ത് യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയന്നു. നമുക്കും പലപ്പോഴും ഇങ്ങനെയാണ്. ജീവിത പ്രതികൂലങ്ങളൊക്കെ ഏറി വരുമ്പോൾ ദൈവത്തിന് മുഖം കാണാൻ നമുക്ക് കഴിയില്ല. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. അവിടെ നിന്ന് കൂടെ ഉള്ളത് തിരിച്ചറിയാതെ നാം ഭയപ്പെട്ടു പോകുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാൻ. ഭയപ്പെടേണ്ട, ഞാനാണ്. യേശു ആദ്യമേ കാറ്റിനെ ശാന്തമാക്കുകയല്ല, തിരമാലകൾ അടക്കല്ല ചെയ്യുന്നത്.
യേശു അവരുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു, ഞാനാണ്. ശിഷ്യന്മാരുടെ ഹൃദയത്തെയാണ് അവിടെ നിന്ന് ആദ്യം ശാന്തമാക്കുന്നത്. ഭയപ്പെടേണ്ട, ഈ പ്രതികൂലങ്ങൾ കണ്ട് അടിപതറണ്ട, മനപ്പതർച്ച വേണ്ട, ഞാനാണ്, ഞാനുണ്ട് കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിത്തീരുന്നതല്ല ദൈവ സാന്നിധ്യത്തിന്റെ അടയാളം. ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ അവിടെ നിന്ന് നമ്മോട് പറയുന്നതിന് കാതോർക്കുക. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാനാണ്, ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. രോഗം മാറുന്നതിന് മുമ്പും, കടബാധ്യതകൾ മാറുന്നതിന് മുമ്പും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് മുമ്പും ഈ ഒരു സ്വരത്തിന് കാതോർക്കണം. ഈശോ പറയുന്നു, ഞാനുണ്ട്, ഭയപ്പെടേണ്ട. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഈ സമാധാനം ഉണ്ടാകണം. യേശു കൂടെയുണ്ട്. അവിടുത്തെ ആ വാക്കിന് കാതോർക്കണം, ഞാനുണ്ട്, ഭയപ്പെടേണ്ട. ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. യഥാർത്ഥ പ്രകാശമായ ക്രിസ്തു, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും നിന്നെ മറന്നു പോകാത്ത ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ട്. ഈ സമാധാനം ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനുശേഷമാണ് പ്രശ്നപരിഹാരം. അതുകൊണ്ട് അവിടുത്തെ അന്വേഷിക്കുകയാണ് പ്രധാനം. അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയാണ് പ്രധാനം. ക്രിസ്തുവിന്റെ വാക്കിന് കാതോർക്കാണ് പ്രധാനം. ഉത്തമഗീതത്തിൽ നമ്മൾ കാണും, മണവാട്ടി പ്രിയനെ തേടുകയാണ്. നമ്മുടെ ഹൃദയം അപ്രകാരമാണ് ദൈവത്തെ തേടേണ്ടതെന്ന് ഉത്തമഗീതം പറയുന്നുണ്ട്. പ്രാണപ്രിയൻ, പ്രണയത്തിന്റെയൊക്കെ നടുവിൽ പങ്കാളിമാർ തമ്മിൽ പറയുന്ന വാക്കുണ്ട്, ഏതവസ്ഥയിലാണെങ്കിലും നീ കൂടെ ഉണ്ടായാൽ മതി. തെരുവിൽ കിടന്നുറങ്ങിയാലും വേണ്ടില്ല, നീ കൂടെ ഉണ്ടായാൽ മതി. പ്രശ്നങ്ങൾ എന്തും ഉണ്ടായിക്കോട്ടെ, നീ കൂടെ ഉണ്ടായാൽ മതി. യേശുവിനെ അപ്രകാരം തേടാനും ഹൃദയം കൊണ്ട് അനുഭവിക്കാനും കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവതലം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുക. ഉത്തമഗീതത്തിലെ പ്രണയി ക്രിസ്തുവിനെ തേടുകയാണ്. ആത്മീയമായി നമ്മൾ ക്രിസ്തുവിനെ എത്രത്തോളം ഇങ്ങനെ അഭിലഷിക്കുന്നുണ്ട്, അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അവന്റെ സാന്നിധ്യത്തിനായി ഹൃദയം ദാഹിക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. നമ്മളെപ്പോഴും പ്രശ്നപരിഹാരങ്ങളുടെ പുറകെയാണ്, ലോകത്തിന്റെ പുറകെയാണ്. രോഗം മാറണം, കടം മാറണം, ബന്ധങ്ങൾ മെച്ചപ്പെടണം, ലോകത്ത് സുഖമായി ജീവിക്കണം. നമ്മൾ തേടുന്നത് ക്രിസ്തുവിനെയല്ല. പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും നടുവിൽ ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ ഹൃദയം കൊണ്ട് തേടാൻ കഴിയുക എന്നതാണ് പ്രണയഭാവം. നിങ്ങൾക്ക് ലോകത്ത് ഉറപ്പോടെ പ്രണയിക്കാവുന്ന ഒരേ ഒരാൾ ക്രിസ്തുവാണ്. ഒരിക്കലും മറക്കാത്ത, ഏത് കാറ്റിലും കോളിലും കൈവിടാതെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന, നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന, ജീവൻ നൽകി സ്നേഹിച്ച ഒരാൾ വേറെയില്ല. മറ്റാരും നിങ്ങൾക്ക് വേണ്ടി മരിക്കില്ല. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് സ്വന്തം ശരീരം ഭക്ഷണമായി നൽകുന്നു. ക്രിസ്തു ദൈവത്വം പോലും മറച്ചു വെച്ച് മനുഷ്യനായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ബലഹീനതകളിൽ, കുറവുകളിൽ, പോരായ്മകളിൽ കൂടെ വരുന്നു. അത്രത്തോളം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പ്രണയിയെ തിരിച്ചറിയാനും അന്വേഷിക്കാനും കഴിയാതെ പോകുന്നത് കഷ്ടമല്ലേ? ജീവിതത്തിന്റെ ഏറ്റവും പതിതാവസ്ഥ അതാണ്. പലപ്പോഴും ജീവിത ലക്ഷ്യം മാറിപ്പോകുന്നു. ദൈവം എന്ത് തരും എന്നാണ് വിശ്വാസ ജീവിതം എന്ന് ചോദിക്കുന്നത്. ദൈവത്തെ എങ്ങനെ കണ്ടുമുട്ടും, ആ പ്രണയത്തിൽ എങ്ങനെ അലിയും എന്നതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ആത്മീയത അന്വേഷിക്കേണ്ടത്. പ്രാർത്ഥന എന്നത് തന്നെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിരയും പട്ടികയുമായി മാറിപ്പോകുന്നു. നിന്നെ വേണമെന്ന് ആരും പറയുന്നില്ല. ക്രിസ്തുവിനെ തേടുന്ന യാത്രയായിട്ട് ജീവിതം മാറുന്നില്ല. ഭൗമികത തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ ക്രിസ്തുവോടൊപ്പമായി തീരാൻ വിളിക്കപ്പെട്ട് നമ്മൾ ഭൗമിക ലോകത്തിന്റെ പ്രശ്ന സങ്കീർണതകൾക്കകത്ത് സ്വസ്ഥത തേടാൻ ശ്രമിക്കുകയാണ്. മനമുടക്കിയിട്ടുള്ളത് ക്രിസ്തുവിലല്ല, പ്രാണപ്രിയനെ തേടുന്നതിലല്ല, നമ്മുടെ താല്പര്യങ്ങൾ നിവൃത്തിയാകുന്നതിലാണ് നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് ഒരു മണവാട്ടിയുടെ ഹൃദയമാണ്. പ്രാണപ്രിയനെ തേടുന്ന ഒരു മണവാട്ടിയുടെ ഹൃദയം. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മണവാട്ടിയെ കാണുന്നുണ്ട്. പുതിയ ജെറുസലേം, മനോഹരമായി അലങ്കരിക്കപ്പെട്ട, അണിയിച്ചൊരുക്കപ്പെട്ട മണവാട്ടി. മണവാട്ടിയെ പോലെ അലങ്കരിക്കപ്പെട്ട നഗരം എന്നാണ് പുതിയ ജെറുസലേമിനെ കുറിച്ച് പറയുക. മണവാട്ടി എന്ന പ്രയോഗവും സങ്കല്പവും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ സഭയാണ് ഈ മണവാട്ടി. നാം ഓരോരുത്തരും ആ സഭയിലെ അംഗങ്ങളാണ്, ആ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസം തന്നെ പഠിപ്പിക്കുന്നത് അന്തിമമായ ലക്ഷ്യം പ്രശ്നപരിഹാരമല്ല. നമ്മുടെ അന്തിമ ലക്ഷ്യം ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാണ്. മണവാട്ടിയെപ്പോലെ ക്രിസ്തുവിനോട് ഒന്നിച്ചിരിക്കാനുള്ള താല്പര്യം. ദൈവത്തോടുള്ള സമ്പൂർണമായ ഐക്യത്തിൽ എല്ലാ കാറ്റും കോളും അവസാനിക്കും.
തിരമാലകളെല്ലാം അടങ്ങും, എല്ലാ കണ്ണീരും വിലാപങ്ങളും അവസാനിക്കും, കാത്തിരിപ്പ് അവസാനിക്കും. അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ദൈവിക സാന്നിധ്യത്തിലാണ്, ഈ സമ്പൂർണതയിലാണ്, ഈ പ്രണയാനുഭവത്തിലേക്കാണ്. ഇന്നത്തെ 4 വായനകളെ ഒരുമിച്ച് വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രളയത്തിന്റെ നടുവിൽ കാത്തിരിക്കുന്ന നോഹ, കൊടുങ്കാറ്റിലും തിരമാലകൾക്കകത്തും ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ, മറ്റൊന്നും അന്വേഷിക്കാതെ തന്റെ മണവാളനെ മാത്രം അന്വേഷിക്കുന്ന മണവാട്ടിയായ, ഈ ലോകത്തെ ഒന്നും പരിഗണിക്കാതെ തന്റെ മണവാളിനെ മാത്രം കാത്തിരിക്കുന്ന പ്രണയി, തന്റെ മണവാട്ടി തന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു പുതിയ ജെറുസലേമായി. ക്രൈസ്തവ ജീവിതം ഇങ്ങനെയാണ് എന്ന ഒരു പാഠം അതിനകത്തുണ്ട്. കാത്തിരിപ്പ്, കൊടുങ്കാറ്റ്, അന്വേഷണം, ദൈവസന്നിധി. സമ്പൂർണതയിലേക്കുള്ള ഈ യാത്രയിലാണ് നമ്മളെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ നോഹ പെട്ടകത്തിലായിരുന്നു, നമ്മളും ഒരു പെട്ടകത്തിലാണ്. എന്താണ് ആ പെട്ടകം? കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കമുണ്ടായി, ദുരിതം അലയടിച്ചു വരുമ്പോൾ അതിലൊരു പെട്ടകത്തിൽ നമ്മുടെ വിശ്വാസം, ദൈവവചനം, സഭ, വിശുദ്ധ കുർബാന, പ്രാർത്ഥന, കുമ്പസാരം, കുടുംബത്തിലെ വിശ്വാസ ജീവിതം, ഇതെല്ലാം ദൈവം നമ്മെ സംരക്ഷിക്കാനും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനും നൽകിയ കൃപാമാർഗങ്ങളാണ്. കൊടുങ്കാറ്റ് വന്നപ്പോൾ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയില്ല. തന്റെ സുരക്ഷ ലോകമാർഗങ്ങളിൽ അന്വേഷിച്ചില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് നിർമ്മിച്ച പെട്ടകത്തിനകത്ത് സമാധാനപൂർവ്വം ഇരുന്നു. ദൈവം അവനെ ഓർത്തു. അതുകൊണ്ട് ജീവിതം ദൈവിക പദ്ധതിയാണെന്നും ആ ജീവിതത്തിൽ സുരക്ഷ ദൈവത്തിലാണെന്നും പരമാശ്രയമായ ദൈവം കൈവിടില്ലെന്നും ദൈവം പറഞ്ഞ് ഈ പേടകത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടില്ലെന്നും ഹൃദയത്തെ ഉറപ്പിക്കണം. വിശ്വാസം എന്ന പേടകത്തിനകത്ത് സുരക്ഷിതരാണ് എന്നൊരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ കൊടുങ്കാറ്റ് ഏതാണ്? ഒരുപക്ഷെ കുടുംബ പ്രശ്നമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, രോഗമാകാം, ജോലിയില്ലായ്മയാകാം, മക്കളെക്കുറിച്ചുള്ള വ്യാകുലങ്ങളാകാം. മറ്റൊരാൾ പറയുകയാണ്, വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു ഉത്തരം കിട്ടുന്നില്ല. പ്രാർത്ഥനയിൽ പുരോഗമിച്ചവർ പോലും പരിതപിക്കുകയാണ്, ഒരു ദൈവിക സാന്നിധ്യാനുഭവമില്ല. മറ്റെല്ലാം ഉപേക്ഷിക്കാം, പക്ഷെ സാന്നിധ്യാനുഭവമില്ല. ദൈവം നിങ്ങളോട് പറയുന്നത്, ഈ കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. നോഹയുടെ കാലത്തെ പ്രളയം അവസാനിക്കുന്നു, കൊടുങ്കാറ്റ് ശമിക്കുന്നു, മണവാട്ടിയുടെ അന്വേഷണം പൂർത്തിയായി. അവസാനം പുതിയ ജെറുസലേമായി മനോഹരിയായി അണിയിച്ചൊരുക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അവസാനമായി കാണരുത്, ഇതോടെ തീർന്നു എന്ന് കരുതരുത്. ദൈവം ഓർക്കുന്നുണ്ട്, അവിടെ നിന്ന് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട ഞാനാണ്. തന്റെ പ്രാണപ്രിയന്റെ സന്നിധിയിൽ മണവാട്ടി എത്തിച്ചേരുന്നുണ്ട്. പുതിയ ജെറുസലേമായി നാം ഓരോരുത്തരും അണിയിച്ചൊരുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രളയം എപ്പോൾ അവസാനിക്കുമെന്ന് ആദ്യം പിടിക്കണ്ട, ഈ കൊടുങ്കാറ്റ് എപ്പോൾ ശമിക്കുമെന്ന് ആദ്യം പിടിക്കണ്ട. പ്രാണപ്രിയനെ കണ്ടുമുട്ടുമോ എന്ന് ഭയപ്പെടേണ്ട. നിശ്ചയമായും നാം ദൈവസന്നിധിയിൽ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, ദൈവമെന്ന് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഇതാണ്. ഈ പ്രളയത്തിന്റെ നടുവിലും ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾക്കകത്തും ദൈവം നിന്നെ മറന്നു പോയിട്ടില്ല. കൊടുങ്കാറ്റിലകപ്പെട്ട ശിഷ്യന്മാരുടെ നടുവിലേക്ക് അവിടെ നിന്ന് കടന്നു വന്ന് പറയുന്നത് പോലെ അവിടെ നമ്മോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ്, ഭയപ്പെടേണ്ട. നമുക്കുണ്ടാകേണ്ടത് പ്രാണപ്രിയനെ അന്വേഷിക്കുന്ന പ്രണയിയുടെ ഹൃദയമാണ്. അവസാനം മണവാട്ടി പ്രിയന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, അണിയിച്ചൊരുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രളയത്തിന് ശേഷം കരയുണ്ട്, പ്രത്യാശയുടെ പച്ചപ്പ് കാത്തിരിപ്പുണ്ട്. കൊടുങ്കാറ്റിന് ശേഷം ക്രിസ്തുവിന്റെ സാന്നിധ്യാനുഭവമുണ്ട്. പ്രണയി പ്രിയന്റെ സന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ക്രിസ്തുവിൽ എത്തിച്ചേരുക, അവിടുത്തെ സന്നിധിയിൽ മനോഹരിയായ മണവാട്ടിയായി അവിടുത്തെ സാന്നിധ്യാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ, നെടുവീർപ്പിന്റെ അകമ്പടിയോടെ, ഹൃദയത്തിൽ വേദനയുടെ കനലുകൾ എരിയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൈവിടാത്ത ഒരു സ്നേഹാന്വേഷണം ഉണ്ടാകണം. പ്രാണപ്രിയനെ തേടുന്ന പ്രിയെ പോലെ ആയിത്തീരാൻ, അവിടുത്തെ സന്നിധിയിൽ അണിയിച്ചൊരുക്കപ്പെട്ട മണവാട്ടിയായി കാണപ്പെടാൻ, പ്രണയത്തിന്റെ സർവസമ്പൂർണതയും നിത്യതയിൽ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. മറന്നുപോകാത്ത, കൈവിടാത്ത, എപ്പോഴും കൂടെയുള്ള ഏറ്റവും ശ്രേഷ്ഠനായ പ്രിയനെ അന്വേഷിച്ചിറങ്ങുന്ന മനോഭാവത്തോടെ നമുക്ക് ജീവിതം നയിക്കാം. അവിടുത്തെ സന്നിധിയിൽ അണിയിച്ചൊരുക്കപ്പെട്ട മനോഹരിയായ മണവാട്ടിയായി എത്തുന്നതുവരെ
നിരന്തരം ദൈവാനുഭവത്തിന്റെ കൂട്ടായ്മ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.